പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും കേരള ഗവർണൻസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എംപ്ലോയ്മെന്റ് ലേബർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനെ കുറിച്ചും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ കുറിച്ചും മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് പദ്ധതികളുമാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്, അല്ലെ? ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, ഇന്നേ ദിവസം മുതൽ നമ്മൾ പഠിക്കുന്നത് കേന്ദ്ര സർക്കാർ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി തുടക്കം കുറിക്കപ്പെട്ട തൊഴിലുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് നമ്മൾ ഇനിയുള്ള 2 ക്ലാസ്സുകളിൽ പഠിക്കുക. ഇന്നും അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പാസാക്കുന്ന സമയത്ത് അതിന് നിലവിലുണ്ടായിരുന്ന കുറേയധികം തൊഴിൽ നിയമങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, തൊഴിൽ പദ്ധതികൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് അവ നിലവിൽ വന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാല് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ചരിത്രമാണ് നമ്മൾ ഇന്നേ ദിവസം പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വസ്തുതാപരമായി തന്നെ പഠിക്കണം. ആദ്യകാല പദ്ധതികൾ ഓരോ പഞ്ചവത്സര പദ്ധതികൾ ചിലപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടാവാം, കൂട്ടിയോജിപ്പിച്ച് പുതിയ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പദ്ധതിയുടെ പേരൊക്കെ മാറ്റിയിട്ടുണ്ടാവാം. അത് വസ്തുതാപരമായി തന്നെ നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ആരംഭിച്ചാലോ? യെസ്. ജോലിക്ക് കൂലി ഭക്ഷണം അഥവാ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ജോലിക്ക് കൂലി ഭക്ഷണം അഥവാ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആരംഭിച്ചത് 1977 ഏപ്രിൽ 1-നാണ്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ അവസാന ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചിരുന്നു, പ്രിയ വിദ്യാർത്ഥികളെ, ഒരു വാക്ക് മാറിക്കഴിഞ്ഞാൽ ആൻസർ മാറിപ്പോകും. ഇവിടെ ദേശീയ എന്നൊരു വാക്കുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ദേശീയ ജോലിക്ക് കൂലി ഭക്ഷണം അല്ലെങ്കിൽ നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്നായിരുന്നുവെങ്കിൽ അത് 2004 മാറിയേനെ. 2004 മാറിയേനെ കേട്ടോ. ഇതിപ്പോ എന്താണ്? ദേശീയ എന്നൊരു വാക്കില്ല കേട്ടോ. ജോലിക്ക് കൂലി ഭക്ഷണം അഥവാ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആരംഭിച്ചത് 1977 ഏപ്രിൽ 1 എന്തിനു വേണ്ടിയിട്ടാ? വിശപ്പും ദാരിദ്ര്യവും ഇല്ലായ്മ ചെയ്യൽ. അപ്പോ ദാരിദ്ര്യം നിർമ്മാർജ്ജനം എന്നത് എത്രാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണടാ? നിങ്ങൾക്കറിയാം, 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ. അപ്പോ ഇത് ആരംഭിച്ചത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താ? 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്താണ്. 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് എന്താരംഭിക്കുക? യെസ്, ജോലിക്ക് കൂലി ഭക്ഷണം അഥവാ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആരംഭിക്കുക. ഈ പദ്ധതി, ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി അല്ലെങ്കിൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന ഈ പദ്ധതി 1980 ആയപ്പോ എന്ത് ചെയ്തു? ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ ലയിപ്പിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ ലയിപ്പിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി അപ്പോഴെന്നാ ആരംഭിക്കുന്നേ? 1980 അല്ലെ? ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ആരംഭിച്ചതെന്നാണ് 1980. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, സാറേ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നല്ലേ? അത് 2005. ദേശീയ ഗ്രാമീണ തൊഴിൽ ഉറപ്പ് പദ്ധതി 2005 ആരംഭിക്കുന്നേ. അതാണ് 2008 മുതൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, കൃത്യമായി പറഞ്ഞ 2009 ഒക്ടോബർ 2 തൊട്ട് അറിയപ്പെടുക. ഇതെന്താണ്? ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി. അപ്പോ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ആരംഭിച്ചത് 1980. 1977 ഏപ്രിൽ 1 ആരംഭിച്ച ജോലിക്ക് കൂലി ഭക്ഷണം അഥവാ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം 1980 ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ ലയിപ്പിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ ലയിപ്പിച്ചു. നോക്കാം. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. ദേശീയ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, മലയാളത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി. ഇവിടെ ഗ്യാരണ്ടി എന്നൊരു വാക്കില്ല, അല്ലെ? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമാണ് 2005 കേട്ടോ. ഇത് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം അഥവാ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ആരംഭിച്ചത് 1980 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനമാണ്, അല്ലെ? ഗാന്ധി ജനിച്ച ദിവസമാണ്. ഗ്രാമീണ വികസനത്തെ കുറിച്ച് എപ്പോഴും പറയുന്ന ആരാ? ഗാന്ധിജിയാണ്. അപ്പൊ ഗ്രാമീണ വികസനത്തെ കുറിച്ച് പറയുന്ന ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 1980 എന്താരംഭിക്കുന്നേ? ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ആരംഭിക്കുക. അപ്പൊ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം അഥവാ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ആരംഭിച്ചത് 1980 ഒക്ടോബർ 2. 1977 ആരംഭിച്ച ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമിന്റെ പരിഷ്കരിച്ച രൂപമായത് 1977 ആരംഭിച്ച ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമിന്റെ ജോലിക്ക് കൂലി ഭക്ഷണം പദ്ധതിയുടെ പരിഷ്കരിച്ച രൂപം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, 1977 ഏപ്രിൽ 1 ആരംഭിച്ച ജോലിക്ക് കൂലി ഭക്ഷണത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താ? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. കൂടാതെ
വിശപ്പും ദാരിദ്ര്യവും ഇല്ലായ്മ ചെയ്യൽ അല്ലെ. വിശപ്പും ദാരിദ്ര്യവും ഇല്ലായ്മ ചെയ്യലായിരുന്നു പ്രധാന ലക്ഷ്യം. അതിന്റെ പരിഷ്കരിച്ച രൂപമാണ് 1980 ഒക്ടോബർ 2 ആരംഭിച്ച ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി. 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ആരംഭിക്കുക. ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു പ്രധാനമന്ത്രി. ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലാത്തവർക്കായി ലാഭകരമായ തൊഴിൽ സൃഷ്ടിക്കുക. ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലാത്തവർക്കായി ലാഭകരമായ തൊഴിൽ സൃഷ്ടിക്കൽ, കൂടാതെ ഗ്രാമീണ മേഖലയിലെ മൊത്തത്തിലുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ. ലാഭകരമായ തൊഴിൽ സൃഷ്ടിക്കലും ജീവിത നിലവാരം മെച്ചപ്പെടുത്തലുമാണ് എന്തിന്റെ ലക്ഷ്യം? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം അഥവാ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയുടെ ലക്ഷ്യം. ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയുടെ അഥവാ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ക്ലിയർ ആണേ? അപ്പൊ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം അഥവാ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ആരംഭിച്ചത് 1980 ഒക്ടോബർ 2. 1977 ആരംഭിച്ച ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമിന്റെ പരിഷ്കരിച്ച രൂപം. 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ രൂപീകരിച്ചു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലാത്തവർക്കായി ലാഭകരമായ തൊഴിൽ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. ഗ്രാമീണ മേഖലയുടെ മൊത്തത്തിലുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ: ഒന്ന്, ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലാത്തവർക്ക് ലാഭകരമായ തൊഴിൽ സൃഷ്ടിക്കണം. ആ തൊഴിൽ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേതനം, ശമ്പളം കിട്ടും അല്ലെ. മെച്ചപ്പെട്ട ശമ്പളം കിട്ടും. മെച്ചപ്പെട്ട ശമ്പളം കിട്ടിയാലോ മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് അവര് മാറുകയും ചെയ്യും. മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് അവര് മാറുകയും ചെയ്യും. മറക്കില്ല എന്ന് കരുതിക്കോട്ടെ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം അഥവാ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ആരംഭിച്ചത് 1980 ഒക്ടോബർ 2. 1977 അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 1977 ഏപ്രിൽ 1 ആരംഭിച്ച ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമിന്റെ പരിഷ്കരിച്ച രൂപം. 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ആരംഭിക്കുക. ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലാത്തവർക്കായി ലാഭകരമായ തൊഴിൽ സൃഷ്ടിക്കൽ, ഗ്രാമീണ മേഖലയുടെ മൊത്തത്തിലുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും വേണം. നാഷണൽ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. നാഷണൽ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ദേശീയ ഗ്രാമീണ ഭൂരഹിതർക്ക് തൊഴിൽ ഉറപ്പ് നൽകുന്ന പ്രോഗ്രാം അല്ലെ. റൂറൽ അതായത് ഗ്രാമീണ മേഖലയിലെ ഭൂരഹിതരായ ജനങ്ങൾക്ക് തൊഴിൽ ഉറപ്പ് നൽകുന്ന പ്രോഗ്രാമാണ് നാഷണൽ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. RLEGP എന്നാണ് പറയുക. RLEGP ചുരുക്കിയായിരിക്കുമ്പോൾ ചിലപ്പോൾ PSC ചോദിക്കുക. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, RLEGP, നാഷണൽ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, RLEGP. ആരംഭിച്ചത് 1983 ഓഗസ്റ്റ് മാസം 15-ാം തീയതി, സ്വാതന്ത്ര്യ ദിനത്തിൽ. 1983 ഓഗസ്റ്റ് 15-നാണ് നാഷണൽ റൂറൽ ലാൻഡ്ലെസ് ഗ്യാരണ്ടി പ്രോഗ്രാം RLEGP ആരംഭിക്കുക. എത്രാം പദ്ധതിയിൽ? 6ാം പഞ്ചവത്സര പദ്ധതിയിൽ തന്നെ. ആര്? ഇന്ദിരാഗാന്ധി തന്നെ. ലക്ഷ്യം എന്താ? ആ വാക്കിൽ തന്നെ ഉണ്ട് അർത്ഥം അല്ലെ. നാഷണൽ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്താണ്? ഗ്രാമപ്രദേശങ്ങളിൽ സ്വന്തമായി ഭൂമിയില്ലാതെ എല്ലാ കുടുംബങ്ങളിലും ഒരു വ്യക്തിക്കെങ്കിലും 100 ദിവസത്തിൽ കുറയാതെ തൊഴിൽ നൽകുക. ഇപ്പോ ഒരു കുടുംബത്തില് ഒരു വ്യക്തി എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ 2 വ്യക്തികൾ ഉണ്ടെങ്കിലോ 2 വ്യക്തിക്കും കൂടെ 100 ദിവസമായിരിക്കും. 2 വ്യക്തിക്കും കൂടെ 100 ദിവസമായിരിക്കും. ഓക്കെ, മനസ്സിലായോ? 3 അംഗങ്ങൾ 3 വ്യക്തികൾക്ക് കൂടെ 100 ദിവസമായിരിക്കും. ഓരോ കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്ക് 100 ദിവസമല്ല. ഒരു കുടുംബത്തിൽ 3 പേര് ജോലി ചെയ്യണമെങ്കിൽ 3 പേർക്ക് കൂടെ 100 ദിവസമായിരിക്കും. ക്ലിയർ? അപ്പൊ ലക്ഷ്യം എന്താണ്? ഗ്രാമപ്രദേശങ്ങളിൽ സ്വന്തമായി ഭൂമിയില്ലാത്ത എല്ലാ കുടുംബങ്ങളിലും ഒരു വ്യക്തിക്കെങ്കിലും 100 ദിവസത്തിൽ കുറയാതെ തൊഴിൽ നൽകുക. 100 ദിവസത്തിൽ കുറയാതെ തൊഴിൽ നൽകുക. ജവഹർ റോസ്ഗാർ യോജനയിൽ ഈ പദ്ധതി ലയിച്ചത് 1980-90 കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ചപ്പോൾ എന്ത് ചെയ്തു? നാഷണൽ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം RLEGP എന്ത് ചെയ്തു? ജവഹർ റോസ്ഗാർ യോജനയിൽ ലയിച്ചത് ഏത് വർഷം? 1989. സിമ്പിൾ. ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? നാഷണൽ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, നാഷണൽ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആരംഭിച്ചത് 1983 ഓഗസ്റ്റ് 15-ാം തീയതി. 1983 ഓഗസ്റ്റ് 15
ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്ത്. അപ്പോഴത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ലക്ഷ്യം എന്താണ്? ഗ്രാമപ്രദേശങ്ങളിൽ സ്വന്തമായി ഭൂമിയില്ലാത്ത എല്ലാ കുടുംബങ്ങളിലെയും ഒരു വ്യക്തിക്കെങ്കിലും എന്ത് ചെയ്യുക? 100 ദിവസത്തിൽ കുറയാതെ തൊഴിൽ നൽകുക. ഈ പദ്ധതി ജവഹർ റോസ്ഗാർ യോജനയിൽ ലയിച്ചത് 1989-90 കാലഘട്ടത്തിൽ. കൃത്യമായി പറഞ്ഞാൽ 1989 എന്ന് പറയാം. നമ്മൾ സാമ്പത്തിക വർഷം പറയുന്നത് കൊണ്ടാണ് 89-90 പറഞ്ഞത്. അല്ലെങ്കിൽ പറഞ്ഞാൽ എന്ത് പറയാടാ? 1989 പറയാം. ക്ലിയർ ആണേ? സെറ്റ് അല്ലേ? യെസ്. ഇനി അടുത്ത് പഠിക്കുന്നു ജവഹർ റോസ്ഗാർ യോജന. നമ്മൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് പദ്ധതി കണക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ, മറക്കല്ലേ. ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ചത് 1989 ഏപ്രിൽ മാസം 1-ാം തീയതി. എന്നിട്ട് എന്താണ് ആ പദ്ധതി എന്ന് പറയുകയാണ്? നോക്കി, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്നാരംഭിക്കുന്നേ 1980 ഒക്ടോബർ 2 അല്ലെ? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം 1980 ഒക്ടോബർ 2 ആണ്. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്നാരംഭിച്ചത് 83 ഓഗസ്റ്റ് 15. ഈ രണ്ട് പദ്ധതികളും സംയോജിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ചതാണെന്ത്? ജവഹർ റോസ്ഗാർ യോജന. 7-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്ത് 1989 ഏപ്രിൽ 1-ാം തീയതി രൂപീകരിച്ചു. അപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആരാണ്? രാജീവ് ഗാന്ധിയുമാണ്. ഓക്കെ, ആ രണ്ട് പദ്ധതി ഒന്നും നോക്കിയേ. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം അഥവാ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ആരംഭിച്ചെന്ന 1980 ഒക്ടോബർ 2. നാഷണൽ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം 1983 ഓഗസ്റ്റ് 15. ഇത് രണ്ടും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ജവഹർ റോസ്ഗാർ യോജന എന്ന് ആരംഭിക്കുന്നത് 1989 ഏപ്രിൽ 1-ന് ആരംഭിക്കുക. അപ്പോ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമും സംയോജിപ്പിച്ചുകൊണ്ട് ജവഹർ റോസ്ഗാർ യോജന രൂപീകരിച്ചത് 1989 ഏപ്രിൽ 1-ാം തീയതി. അപ്പോഴത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. എത്രാം പദ്ധതി കാലഘട്ടത്ത്? 7-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്ത്. ലക്ഷ്യം ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാ കുടുംബങ്ങളിലെയും ഒരാൾക്ക് തൊഴിലുറപ്പ് നൽകുക. ഗ്രാമീണ മേഖലയിലെ ഇവിടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എന്നാണ് പറഞ്ഞത് അല്ലെ? റൂറൽ ലാൻഡ്ലെസ് എന്നത് ഭൂരഹിതരായിരുന്നു, അത് ഒഴിവാക്കി. എന്നിട്ട് ഭൂരഹിതരാണെങ്കിലും ഭൂമി ഉണ്ടെങ്കിലും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെങ്കിലും എന്ത് ചെയ്യും? 100 ദിവസത്തെ തൊഴിൽ നൽകും. ഓക്കെ, അപ്പൊ ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാ കുടുംബങ്ങളിലെയും ഒരാൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജവഹർ റോസ്ഗാർ യോജന 1989 ഏപ്രിൽ 1-ന് രൂപീകരിക്കുക. ഉൽപാദനപരമായ സാമൂഹ്യ ആസ്തിയും ഗ്രാമീണ ജീവിതമുള്ള നിലവാര പുരോഗതിയും കൈവരിക്കുക എന്നതാണ് ലക്ഷ്യം. ഗ്രാമീണ ജീവിതത്തിലുള്ള നിലവാര പുരോഗതി, അതായത് ജീവിത നിലവാരം ഉയർത്തുക, സാമൂഹിക ആസ്തി ഉറപ്പുവരുത്തുക. സാമൂഹ്യ ആസ്തി എന്ന് പറയുമ്പോൾ അത് വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യ സേവന മേഖലകളുണ്ട്, അടിസ്ഥാന സൗകര്യമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ സാമൂഹ്യ ആസ്തി എന്ന് പറയുന്നത് കേട്ടോ. ഉൽപാദനപരമായ സാമൂഹ്യ ആസ്തിയും ഗ്രാമീണ ജീവിതമുള്ള നിലവാര പുരോഗതിയും കൈവരിക്കുക എന്നതാണ് ജവഹർ റോസ്ഗാർ യോജനയുടെ മറ്റൊരു ലക്ഷ്യം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പ്രത്യേകിച്ച് SC ST ജനവിഭാഗങ്ങൾക്ക് എന്ത് ചെയ്തു? മുൻഗണന നൽകി. പൊതുവായിട്ട് ഈ പദ്ധതി ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടല്ല, ഗ്രാമീണ മേഖലയിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ആരംഭിച്ചു. അതില് SC ST വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകി. ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയിലെ 16-ാമത്തെ പാർട്ടിൽ SC ST വിഭാഗത്തിന് മുൻഗണന നൽകണമെന്ന് പറയുന്നുണ്ട്. പ്രത്യേക സാമ്പത്തിക സുരക്ഷാ വിഭാഗം, സാമൂഹിക സുരക്ഷാ വിഭാഗം, പ്രത്യേക സംരക്ഷണം അനുവദിക്കുന്ന വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ SC ST ഉൾപ്പെടും. അപ്പൊ SC ST വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകി. എന്നാൽ SC ST വിഭാഗത്തിന് വേണ്ടിയുള്ള പദ്ധതിയായിരുന്നോ? അല്ല, SC ST വിഭാഗത്തിന് മുൻഗണന നൽകി എന്ന് പറയാം. അപ്പൊ ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ചത് 1989 ഏപ്രിൽ 1. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമും സംയോജിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ചു. അപ്പോഴത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി 7-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ രൂപീകരിച്ചു. ലക്ഷ്യം എന്താണ്? ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാ കുടുംബങ്ങളിലെയും ഒരാൾക്ക് തൊഴിലുറപ്പ് നൽകുക. ഉൽപാദനപരമായ സാമൂഹ്യ ആസ്തിയും ഗ്രാമീണ ജീവിതമുള്ള നിലവാര പുരോഗതിയും കൈവരിക്കുക. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക്, പ്രത്യേകിച്ച് SC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജവഹർ റോസ്ഗാർ യോജനയിൽ എന്ത് ചെയ്തു? മുൻഗണന നൽകുകയും ചെയ്തു. ഓക്കെയാണേ, മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. ഇനി വീണ്ടും
ജവഹർ റോസ്ഗാർ യോജനയിൽ വനിതകൾക്കായി 30% സംവരണം അനുവദിച്ചു. അപ്പോൾ 100 പേർക്ക് തൊഴിൽ കൊടുക്കുകയാണെങ്കിൽ അതിൽ 30 പേരെങ്കിലും വനിതയായിരിക്കണമെന്നർത്ഥം. വനിതകൾക്കായി മാറ്റിവെച്ചിട്ടുള്ള സംവരണം എത്രയാ? 30%. 30%. ആസൂത്രണങ്ങൾ നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ചുമതല ആർക്കാണ്? ഗ്രാമപഞ്ചായത്തിനാണ്. പദ്ധതി നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തിന്. ഈ പദ്ധതി പിന്നീട് റീഓർഗനൈസ് ചെയ്തു, പുനഃസംഘടിപ്പിച്ചു. 1989 ഏപ്രിൽ 1-നാണ് എന്താ ആരംഭിക്കുന്നത്? ജവഹർ റോസ്ഗാർ യോജന ആരംഭിക്കുക. 10 വർഷം കഴിഞ്ഞപ്പോൾ അങ്ങനെ തന്നെ കണക്കുകൾ. 10 വർഷം കഴിഞ്ഞപ്പോൾ എന്താക്കി മാറ്റി? ജവഹർ ഗ്രാം സമൃദ്ധി യോജന എന്നാക്കി മാറ്റി. ഓക്കെ, ജവഹർ ഗ്രാം സമൃദ്ധി യോജന എന്നാക്കി മാറ്റി. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ചത് 1989 ഏപ്രിൽ 1. ഈ ജവഹർ റോസ്ഗാർ യോജനയെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ചതാണ് ജവഹർ ഗ്രാം സമൃദ്ധി യോജന. ജവഹർ റോസ്ഗാർ യോജന മാറ്റി എന്താക്കി മാറ്റി? ജവഹർ ഗ്രാമ സമൃദ്ധി യോജന എന്ന് മാറ്റി. ലക്ഷ്യമൊക്കെ ഇത് തന്നെ, മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് അതിന്റെ പേര് മാത്രം പഠിച്ചാൽ മതി. ജവഹർ റോസ്ഗാർ യോജനയെ 10 വർഷം കഴിഞ്ഞപ്പോൾ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് 1999 ഏപ്രിൽ 1-ന് എന്താക്കി മാറ്റി? ജവഹർ ഗ്രാമ സമൃദ്ധി യോജന എന്നാക്കി മാറ്റി. ഇനി അത് കഴിഞ്ഞിട്ട് 2001 സെപ്റ്റംബർ 25-ാം തീയതി ഈ ജവഹർ ഗ്രാം സമൃദ്ധി യോജന എന്താക്കി മാറ്റി? സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയാക്കി മാറ്റി. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയിൽ ലയിപ്പിച്ചു. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയിൽ ലയിപ്പിച്ചു. ഓക്കെ, സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. വേറെ കുറച്ചുകൂടെ പദ്ധതികൾ പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റൂ? സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയിൽ ലയിപ്പിച്ചു എന്ന് 2001 സെപ്റ്റംബർ 25. അല്ലെങ്കിൽ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന എന്ന് ആരംഭിച്ച് 2001 സെപ്റ്റംബർ 25. ഓക്കെ. അപ്പോൾ ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ചത് 1989 ഏപ്രിൽ 1. 10 വർഷം കഴിഞ്ഞപ്പോൾ ഈ ജവഹർ റോസ്ഗാർ യോജനയെ എന്താക്കി മാറ്റി? 1999 ഏപ്രിൽ 1-ന് ജവഹർ ഗ്രാമ സമൃദ്ധി യോജനയാക്കി മാറ്റി. ഈ ജവഹർ ഗ്രാം സമൃദ്ധി യോജന 2001 സെപ്റ്റംബർ 25 തൊട്ട് എന്തായിട്ട് മാറി? സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയായിട്ട് മാറി. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന, സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയായിട്ട് മാറി. ഓക്കെ, ഇത് ഇത്രയും ഒരു സെക്ഷനാണ്. ഇനി സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന പഠിക്കുന്നതിന് മുമ്പ് 1-2 പദ്ധതികൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെ ഈ ഒരൊറ്റ സെക്ഷൻ ആയതുകൊണ്ട് ഇതുവരെ നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ അല്ലെ? 4 പദ്ധതികളാണ് പഠിച്ചേ. 4ഉം കണക്റ്റഡ് ആണ്. ജോലിക്ക് കൂലി ഭക്ഷണം അഥവാ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആരംഭിച്ചത് 1977 ഏപ്രിൽ 1. പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് വിശപ്പും ദാരിദ്ര്യവും ഇല്ലായ്മ ചെയ്യൽ. 5-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്ത് ഇന്ദിരാഗാന്ധിയാണ് തുടക്കം കുറിക്കുക. ഈ പദ്ധതിയെ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ, അവിടെ ഉറപ്പില്ല, പ്രത്യേകിച്ച് ഓർമ്മിക്കുക, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ ലയിപ്പിച്ചത് 1980-ലാണ്. ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ ലയിപ്പിച്ചത് 1980-ലാണ്. ക്ലിയർ ആണേ? അടുത്ത് പറയുന്നു നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ആരംഭിച്ചത് 1980 ഒക്ടോബർ 2-ാം തീയതി. 1980 ഒക്ടോബർ 2-ന്. 1977 ആരംഭിച്ച ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമിന്റെ പരിഷ്കരിച്ച രൂപമാണ് 1977 ആരംഭിച്ച ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമിന്റെ പരിഷ്കരിച്ച രൂപമാണ് എന്ത്? ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി. 6-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ് തുടക്കം കുറിച്ചത്. അപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലാത്തവർക്കായി ലാഭകരമായി തൊഴിൽ സൃഷ്ടിക്കൽ എന്നതായിരുന്നു ലക്ഷ്യം. ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലാത്തവർക്കായി ലാഭകരമായ തൊഴിൽ സൃഷ്ടിക്കലാണ് ലക്ഷ്യം. ഗ്രാമീണ മേഖലയുടെ മൊത്തത്തിലുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നത് 2ാമത്തെ ലക്ഷ്യമാണ്. ഗ്രാമീണ മേഖലയുടെ മൊത്തത്തിലുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നത് 2ാമത്തെ ലക്ഷ്യമാണ്. നാഷണൽ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആരംഭിച്ചത് 1983 ഓഗസ്റ്റ് 15. 6-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്ത് അപ്പോഴത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ലക്ഷ്യമെന്താ? ഗ്രാമപ്രദേശങ്ങളിൽ സ്വന്തമായി ഭൂമിയില്ലാത്ത എല്ലാ കുടുംബങ്ങളിലും ഒരു വ്യക്തിക്കെങ്കിലും 100 ദിവസത്തിൽ കുറയാതെ തൊഴിൽ നൽകുക. ഇത് 1989 ആയപ്പോൾ എന്തിൽ ലയിപ്പിച്ചു? ജവഹർ റോസ്ഗാർ യോജനയിൽ ലയിപ്പിച്ചു. അടുത്ത നമ്മൾ പഠിക്കുന്നത് ജവഹർ റോസ്ഗാർ യോജന.
ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ചത് 1989 ഏപ്രിൽ 1. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും സംയോജിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ചതാണ് ജവഹർ റോസ്ഗാർ യോജന. ജവഹർ റോസ്ഗാർ യോജന രൂപീകരിച്ചത് 7ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്ത് രാജീവ് ഗാന്ധി എന്ന പ്രധാനമന്ത്രി. ലക്ഷ്യം അതുവരെ ഭൂരഹിതരില്ലാത്തവർക്കാണ് ഏത് നൽകിയിരുന്നത്? റൂറൽ എംപ്ലോയ്മെന്റ്, ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. കൂടാതെ ദാരിദ്ര്യരേഖയിൽ താഴെയുള്ളവർക്കാണ് എന്ത് നൽകിയിരുന്നത്? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ച് രൂപീകരിച്ചപ്പോൾ പൊതുവായിട്ട് എന്ത് ചെയ്തു? ദാരിദ്ര്യരേഖയ്ക്ക് എന്നാക്കി മാറ്റി. അപ്പൊ ജവഹർ റോസ്ഗാർ യോജനയുടെ ലക്ഷ്യം എന്താ? ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാ കുടുംബങ്ങളിലെയും ഒരാൾക്ക് തൊഴിലുറപ്പ് നൽകുക. ഇതിലൂടെ ഉൽപാദനപരമായ സാമൂഹ്യ ആസ്തി വികസിപ്പിക്കുക. അതായത് വിദ്യാഭ്യാസം നേടണം, ആരോഗ്യ സ്ഥിരത ഉറപ്പാക്കണം, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ലക്ഷ്യം വെക്കണം, ഗ്രാമീണ ജീവിതത്തിലുള്ള ജീവിത നിലവാര പുരോഗതിയും കൈവരിക്കുക. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക്, പ്രത്യേകിച്ച് SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് എന്ത് ചെയ്തു? മുൻഗണന നൽകി. ജവഹർ റോസ്ഗാർ യോജനയിൽ വനിതകൾക്കായി മാറ്റിവെച്ചിട്ടുള്ള സംവരണം 30%. ജവഹർ റോസ്ഗാർ യോജന പദ്ധതി നടപ്പിലാക്കേണ്ടത് ഗ്രാമപഞ്ചായത്തും. ജവഹർ റോസ്ഗാർ യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് 1999 ഏപ്രിൽ 1 രൂപീകരിച്ചതാണ് ജവഹർ ഗ്രാം സമൃദ്ധി യോജന. ഈ ജവഹർ ഗ്രാം സമൃദ്ധി യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് 2001 സെപ്റ്റംബർ 25 രൂപീകരിച്ചതാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. അപ്പോൾ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന ആരംഭിച്ചത് 2001 സെപ്റ്റംബർ 25. ജവഹർ ഗ്രാം സമൃദ്ധി യോജന ആരംഭിച്ചത് എന്നാണ് 1999 ഏപ്രിൽ 1. ക്ലിയർ അല്ലേ? ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നു മില്യൺ വെൽസ് സ്കീം. മില്യൺ വെൽസ് സ്കീം എന്താണ്? മില്യൺ വെൽസ് സ്കീം സൗജന്യമായി കിണർ നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയാണ് മില്യൺ വെൽസ് സ്കീം എന്ന പേരിൽ അറിയപ്പെടുക. പൂർണ്ണമായും കേന്ദ്രം ഫണ്ട് അനുവദിക്കുന്ന പദ്ധതിയാണ്. അതുകൊണ്ട് ഇത് കേന്ദ്ര സർക്കാർ പദ്ധതി എന്ന രീതിയിൽ കണക്കാക്കുന്നു. ആരൊക്കെയാണ് ഗുണഭോക്താക്കൾ? SC/ST വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കർഷകരാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കർഷകരാണ് മില്യൺ വെൽസ് സ്കീമിൽ അംഗമാവുക. പദ്ധതി ആരംഭിച്ചത് 1988-89 കാലഘട്ടത്ത് അപ്പോഴത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. 1988-89 കാലഘട്ടത്ത് മില്യൺ വെൽസ് സ്കീം ആരംഭിച്ചെങ്കിലും 1989 അത് ജവഹർ റോസ്ഗാർ യോജനയുമായി ലയിപ്പിച്ചു. ജവഹർ റോസ്ഗാർ യോജന എന്നായിരുന്നു 1989 ഏപ്രിൽ 1 അപ്പോൾ 1981 ഏപ്രിൽ 1 ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ചപ്പോൾ ഈ മില്യൺ വെൽസ് സ്കീമിനെ എന്തിൽ ലയിപ്പിച്ചു? ജവഹർ റോസ്ഗാർ യോജനയിൽ ലയിപ്പിച്ചു. ജവഹർ റോസ്ഗാർ യോജനയിൽ നിന്ന് വേർപെടുത്തി ഒരു സ്വതന്ത്ര പദ്ധതിയായി നടപ്പിലാക്കി തുടങ്ങിയത് 1996 ജനുവരി 1. അപ്പോൾ 1989 ജവഹർ റോസ്ഗാർ യോജനയിൽ ഈ മില്യൺ വെൽസ് സ്കീം ലയിപ്പിച്ചു. പക്ഷേ 1996 വീണ്ടും ഇതെന്ത് ചെയ്തു? സ്വതന്ത്ര പദ്ധതിയാക്കി മാറ്റി. ജവഹർ റോസ്ഗാർ യോജനയിൽ നിന്ന് വേർപെടുത്തി ഒരു സ്വതന്ത്ര പദ്ധതിയായി നടപ്പിലാക്കി തുടങ്ങിയത് 1996 ജനുവരി 1. അപ്പോൾ മില്യൺ വെൽസ് സ്കീം ആരംഭിച്ചത് 1988, ജവഹർ റോസ്ഗാർ യോജനയിൽ ലയിപ്പിച്ചത് 1989, സ്വതന്ത്ര പദ്ധതിയായി വേർപെടുത്തിയത് 1996 ജനുവരി 1. 1996 ജനുവരി 1 മറക്കില്ലല്ലോ. 1996 ജനുവരി 1 ഇമ്പോർട്ടന്റ് അല്ലേ? യെസ്. അടുത്ത നമ്മൾ പഠിക്കുന്നു യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തൊഴിൽദാന പദ്ധതിയെ കുറിച്ച്. ട്രെയിനിങ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. ട്രെയിനിങ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. അതിനെ ചുരുക്കി നമ്മൾ ട്രൈസം എന്നാണ് വിളിക്കുക. ട്രെയിനിങ് TRYSM. ട്രെയിനിങ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. ആരംഭിച്ചത് 1979 ഓഗസ്റ്റ് 15. അപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ചരൺ സിംഗ് ആണ്. ചരൺ സിംഗിനെ നിങ്ങൾ പരിചിതമാണ്. ചരൺ സിംഗിന്റെ ചരമദിനമായ ഡിസംബർ 23 നമ്മൾ ദേശീയ കർഷക ദിനമായിട്ട് ഒക്കെ ആഘോഷിക്കുക അല്ലെങ്കിൽ ആചരിക്കുക അല്ലെ. അപ്പൊ ട്രൈസം, ട്രെയിനിങ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്, ആരംഭിച്ചത് 1979 ഓഗസ്റ്റ് 15. അപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ചരൺ സിംഗ് ആണ്. ലക്ഷ്യം എന്താണ്? അഭ്യസ്ത വിദ്യരായ ഗ്രാമീണരുടെ ഇടയിൽ നിന്ന് തൊഴിലില്ലായ്മ നീക്കം ചെയ്യുക. അതായത് വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും തൊഴിൽ നൽകുക. അതിനു വേണ്ടിയിട്ടുള്ള തുടർ പരിശീലനം നൽകുകയും ചെയ്യുക. അതാണ് ലക്ഷ്യം. അഭ്യസ്ത വിദ്യരായ ഗ്രാമീണരുടെ ഇടയിൽ നിന്ന് തൊഴിലില്ലായ്മ നീക്കം ചെയ്യുക എന്നതാണ് ട്രൈസം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനാവശ്യമായ സാങ്കേതിക പരിശീലനം നൽകുന്നു.
കൂടാതെ സ്വയം സംരംഭം ആരംഭിക്കുവാൻ സംരംഭകത്വ ശേഷി വികസിപ്പിക്കുകയും ചെയ്യുന്നു. സംരംഭകത്വ ശേഷി വികസിപ്പിക്കുന്നു. ഓക്കെ അല്ലേ? ഈ ട്രൈസം പദ്ധതി സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജനയുമായി ലയിപ്പിച്ചത് 1999-ലാണ്. സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജനയുമായി ലയിപ്പിച്ചത് എന്നാണ് 1999. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. റിവിഷൻ ചെയ്ത് വരുമ്പോഴേ കിട്ടത്തുള്ളൂ. യോജനാസ് പഠിക്കാൻ ഒത്തിരി ടഫാണ്, അത് നിങ്ങൾക്ക് അറിയാം. ശരിയല്ലേ? യോജന പഠിക്കാൻ ടഫ് അല്ലേ? തീർച്ചയായിട്ടും ടഫ് തന്നെയാണല്ലോ, സംശയമൊന്നുമില്ല. ടഫ് തന്നെയാണ്. പക്ഷെ നമ്മൾ റിവിഷൻ ചെയ്ത് പഠിച്ച് റെഡിയാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ക്ലിയർ? യെസ്, നോക്കാം. അപ്പൊ എന്താണ് ട്രൈസം? ട്രെയിനിങ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. ആരംഭിച്ചത് 1979 ഓഗസ്റ്റ് 15. അപ്പോഴത്തെ പ്രധാനമന്ത്രി ചരൺ സിംഗ് ആണ്. എന്താണ് ലക്ഷ്യം? വിദ്യാസമ്പന്നരായ അഭ്യസ്ത വിദ്യരായ ഗ്രാമീണരുടെ ഇടയിൽ നിന്ന് തൊഴിലില്ലായ്മ നീക്കം ചെയ്യാം. അതിനുവേണ്ടി യുവതീവാക്കൾക്ക് തൊഴിൽ കണ്ടെത്തുന്നതിനാവശ്യമായ സാങ്കേതിക പരിശീലനം നൽകുക, കൂടാതെ സ്വയം സംരംഭം ആരംഭിക്കാൻ സംരംഭകത്വ ശേഷി വികസിപ്പിക്കുക. ഈ ട്രൈസം പദ്ധതി ട്രെയിനിങ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന 1979 ഓഗസ്റ്റ് 15 ആരംഭിച്ച പദ്ധതി സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജനയുമായി ലയിപ്പിച്ചത്. സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജനയുമായി ലയിപ്പിച്ചത് ഏത് വർഷമാണ്? 1999-ലാണ്. ഓക്കെ അല്ലേ? ഇത് രണ്ടും നമ്മൾ പഠിച്ചു. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു നിർത്തിയ ജവഹർ റോസ്ഗാർ യോജനയെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ച സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയല്ലേ, അതാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിനു മുമ്പ് ഇപ്പൊ പഠിച്ച ഈ രണ്ട് പദ്ധതി ഒന്ന് റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാം. മില്യൺ വെൽസ് സ്കീം, സൗജന്യമായി കിണർ നിർമ്മിച്ചു നൽകുന്ന പദ്ധതി, ആരംഭിച്ചത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി വിഹിതത്തിൽ. ഗുണഭോക്താക്കൾ SC/ST വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കർഷകർ. ആരംഭിച്ചത് 1988-89 രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്താണെങ്കിലും 1989 ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ചപ്പോൾ അതിൽ ലയിപ്പിച്ചു. എന്നാൽ പിന്നീട് 1996 ജനുവരി 1 മുതൽ ജവഹർ റോസ്ഗാർ യോജനയിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് മില്യൺ വെൽസ് സ്കീം ഒരു സ്വതന്ത്ര പദ്ധതിയായി നിലവിൽ വന്നു. ട്രൈസം ട്രെയിനിങ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ് ആരംഭിച്ചത് 1979 ഓഗസ്റ്റ് 15. അപ്പോഴത്തെ പ്രധാനമന്ത്രി ചരൺ സിംഗ് ആണ്. ലക്ഷ്യം അഭ്യസ്ത വിദ്യരായ ഗ്രാമീണരുടെ ഇടയിൽ നിന്ന് തൊഴിലില്ലായ്മ നീക്കം ചെയ്യുക, യുവതീവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനാവശ്യമായ സാങ്കേതിക പരിശീലനം നൽകുക, കൂടാതെ സംരംഭകത്വ ശേഷി വികസിപ്പിക്കുക. സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജനയുമായി ലയിപ്പിച്ചത് ഇത് വർഷം 1999. അടുത്ത നമ്മൾ പറയുന്നു സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയെ എന്തെന്ന് വിശേഷിപ്പിക്കാറുണ്ട്? യൂണിവേഴ്സൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഗ്രാമീണ മേഖലയിൽ തൊഴിൽ ഉറപ്പ് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു സമഗ്ര പദ്ധതി എന്നതാണ് പ്രത്യേകത. അതുവരെ ഉണ്ടായിരുന്ന തൊഴിൽ ദാന പദ്ധതികളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു സമഗ്ര പദ്ധതിയായിട്ടാണ് ഇത് രൂപീകരിച്ചത്. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. ആ വാക്കിൽ തന്നെയുണ്ട് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. യൂണിവേഴ്സൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. ഗ്രാമപ്രദേശങ്ങളുടെ ജനങ്ങൾക്ക് ലാഭകരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ലാഭകരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ആരംഭിച്ചത് 2001 സെപ്റ്റംബർ മാസം 25-ാം തീയതി. 2001 സെപ്റ്റംബർ മാസം 25-ാം തീയതി. AB വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്ത് 9ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ് തുടക്കം കുറിക്കുന്നത്. 9ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്ത് പദ്ധതിയുടെ സേവനം ലഭ്യമാക്കുന്നത് എന്തിലൂടെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയാം. ഗ്രാമപ്രദേശങ്ങളില് ആരാണ്? പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്താണ്. ഓക്കെ. എന്താണ് പ്രധാന ലക്ഷ്യം? ഭക്ഷ്യസുരക്ഷ നൽകുക, അതായത് ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുക. ഭക്ഷ്യസുരക്ഷ നൽകുക എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുക, ഭക്ഷണം കൃത്യമായിട്ട് നൽകുക. അപ്പൊ ദാരിദ്ര്യം ഇല്ലാണ്ടായി മാറും അല്ലെ? കൂലി തൊഴിലാളികൾക്കും മറ്റ് നൈപുണ്യമില്ലാത്ത തൊഴിലാളികൾക്കും, നമ്മൾ അതിനെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ എന്ന് വിളിക്കും. ശരിയല്ലേ? കൂലി തൊഴിലാളികൾക്കും മറ്റ് നൈപുണ്യമില്ലാത്ത തൊഴിലാളികൾക്കും അധികം തൊഴിൽ ദിനങ്ങൾ പ്രദാനം ചെയ്യുക, അതായത് കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകുക. കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകിക്കഴിഞ്ഞാൽ അവരെ കൂടുതൽ ജോലിക്ക് പ്രതിഫലമായി ശമ്പളം കിട്ടും. അതിലൂടെ ജീവിത പുരോഗതി കൈവരിക്കാനായിട്ട് കഴിയും. എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും പോഷക ആഹാര നിലവാരം മെച്ചപ്പെടുത്തുക. മെച്ചപ്പെട്ട ജോലി കിട്ടി, മെച്ചപ്പെട്ട ശമ്പളം കിട്ടി, അവരെന്ത് ചെയ്യും? മെച്ചപ്പെട്ട ഭക്ഷണം കഴിക്കും. പോഷകാഹാര നിലവാരം ഉറപ്പുവരുത്തുന്ന ഭക്ഷണം അവർക്ക് ലഭ്യമാക്കാനായിട്ട് കഴിയും.
അപ്പോൾ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. ഇതിനെ യൂണിവേഴ്സൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്ന് വിളിക്കുന്നു. കാരണം അതുവരെ ഉണ്ടായിരുന്ന എല്ലാ തൊഴിൽദാന പദ്ധതികളെയും സമഗ്രമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ച പദ്ധതിയായിരുന്നു എന്താ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. അതുകൊണ്ടാണ് ഇത് എന്ത് പേരിലറിയപ്പെടുക? യൂണിവേഴ്സൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്നറിയപ്പെടുന്നത്. ഗ്രാമപ്രദേശങ്ങളുടെ ജനങ്ങൾക്ക് ലാഭകരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ആരംഭിച്ചത് 2001 സെപ്റ്റംബർ 25 9ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ. അപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് AB വാജ്പേയി. പദ്ധതിയുടെ സേവനം ലഭ്യമാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അല്ലെങ്കിൽ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന നടപ്പിലാക്കേണ്ട ചുമതല ആർക്ക്? സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയുടെ പദ്ധതി നടപ്പിലാക്കൽ ചുമതല ആർക്ക് എന്ന് ചോദിച്ചാൽ ആർക്കാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. പ്രധാന ലക്ഷ്യം എന്താണ്? ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക, കൂലി തൊഴിലാളികൾക്ക് മറ്റ് നൈപുണ്യമില്ലാത്ത തൊഴിലാളികൾക്കും, ഒറ്റവാക്കിൽ പറഞ്ഞാൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് തൊഴിൽ ദിനങ്ങൾ പ്രദാനം ചെയ്യുക. എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും പോഷക ആഹാര നിലവാരം മെച്ചപ്പെടുത്തുകയും വേണം. ക്ലിയർ അല്ലേ? ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നു നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആരംഭിച്ചത് 1977 ഏപ്രിൽ 1 നമ്മൾ പഠിച്ചു. 1977 ഏപ്രിൽ 1 ആണേ. നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആരംഭിച്ചത് 2004 നവംബർ 14 ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ എന്ന് ഓർമ്മിക്കാം. നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആരംഭിച്ചത് 2004 നവംബർ 14. സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ മന്ത്രാലയം, അതായത് ഓരോ സംസ്ഥാനത്തെയും ഗ്രാമവികസന വകുപ്പ്, കേരളത്തിലാണെങ്കിൽ നിലവിൽ ഗ്രാമവികസന വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തന്നെയാണ് കേട്ടോ. ഗ്രാമീണ മന്ത്രാലയം തൊഴിലാളികൾക്ക് വേതനത്തോടൊപ്പം ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി, അതായത് ജോലിക്ക് കൂലി കൊടുക്കും, അതോടൊപ്പം ഭക്ഷണം ഉറപ്പുവരുത്തുന്ന പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്ത് നടപ്പിലാക്കി. ഇത് പൂർണ്ണമായും ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. അതായത് ഇതിന്റെ ഫണ്ട് മൊത്തം കൊടുക്കുന്ന ആരാണ്? 100% ഫണ്ട് വിഹിതം നൽകുന്നതും കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ടാണ് കേന്ദ്ര ആവിഷ്കൃത പദ്ധതി എന്ന് പറയുന്നത്. ഈ പദ്ധതിയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ വേതനമാണ് നൽകുക. സ്ത്രീകൾക്കും പുരുഷനും വ്യത്യസ്ത വേതനമൊന്നുമില്ല, തുല്യ പരിഗണന, തുല്യ വേതനമാണ് നൽകുക. ജില്ലാതലത്തിൽ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല നിർവഹിക്കുന്നത് ജില്ലാ കളക്ടർ ആയിരിക്കണം. ജില്ലാതലത്തിൽ നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമിന്റെ അതോറിറ്റി ജില്ലാ കളക്ടറാണ്. പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെ? ജലസംരക്ഷണം, വരൾച്ച തടയൽ, വനവൽക്കരണം, ഭൂവികസനം, വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നിവയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തികളാണ് ഈ നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമിലൂടെ ചെയ്യേണ്ടത്. അപ്പോൾ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ജോലിയായിട്ട് നൽകുക, വരൾച്ച തടയുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ജോലികളായിട്ട് നൽകും, വനവൽക്കരണം, ഭൂവികസനം എന്നിവയുമായി ബന്ധപ്പെട്ട ജോലി നൽകും, വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ജോലി നൽകും. അതിന് പ്രതിഫലം നൽകും, കാശായിട്ട് നൽകും. കൂടാതെ എന്ത് ചെയ്യും? ഫുഡ് നൽകുകയും ചെയ്യും. ഫുഡ് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അല്ലെങ്കിൽ നമ്മുടെ റേഷൻ കടകളിലൂടെയാണ് നൽകുക. അപ്പൊ നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ മന്ത്രാലയം തൊഴിലാളികൾക്ക് വേതനത്തോടൊപ്പം ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി. ചുരുക്കി പറഞ്ഞാൽ ഒന്നെങ്കിൽ വേതനത്തോടൊപ്പം എന്ത് നൽകും? ഭക്ഷ്യധാന്യങ്ങൾ നൽകും, അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള തുക കൂടെ അഡീഷണലി നൽകും. ക്ലിയർ? ആരംഭിച്ചത് 2004 നവംബർ 14 അപ്പോഴത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് 10ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ആരംഭിച്ചു. 100% കേന്ദ്ര സർക്കാരാണ് ഫണ്ട് വിഭാവനം ചെയ്യുക. അതുകൊണ്ട് ഇത് പൂർണ്ണമായ ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ വേതനമാണ് നൽകുക. പിന്നെ ജില്ലാതലത്തിൽ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല ആർക്കാണ്? ജില്ലാ കളക്ടർക്കാണ്. ജലസംരക്ഷണം, വരൾച്ച തടയൽ, വനവൽക്കരണം, ഭൂവികസനം, വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നിവയാണ് ഈ പദ്ധതിയുമായി നിർവഹിക്കേണ്ട തൊഴിലുകൾ എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താൽ അവസാനം പഠിച്ച 2 പദ്ധതികൾ: സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന, വിശേഷണം യൂണിവേഴ്സൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ലാഭകരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ആരംഭിച്ചത് 2001 സെപ്റ്റംബർ 25 9ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ. അപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് AB വാജ്പേയി ആണ്. പദ്ധതിയുടെ സേവനം ലഭ്യമാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. പ്രധാന ലക്ഷ്യം ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക, കൂലി തൊഴിലാളികൾക്കും മറ്റ് നൈപുണ്യമില്ലാത്ത തൊഴിലാളികൾക്കും അധികം തൊഴിൽ ദിനങ്ങൾ പ്രദാനം ചെയ്യുക. എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തുകയും വേണം.
നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ മന്ത്രാലയം തൊഴിലാളികൾക്ക് വേതനത്തോടൊപ്പം ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആരംഭിച്ചത് 2004 നവംബർ 14. 10ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്ത് അപ്പോഴത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമാണ്. പൂർണ്ണമായും ഇതൊരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യവേതനം ഉറപ്പുവരുത്തുന്നു. ജില്ലാതലത്തിൽ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല ജില്ലാ കളക്ടർക്കാണ്. പ്രധാന പ്രവർത്തനങ്ങൾ ജലസംരക്ഷണം, വരൾച്ച തടയൽ, വനവൽക്കരണം, ഭൂവികസനം, വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നിവ. നമ്മൾ ഇന്ന് പഠിച്ച പദ്ധതികൾ എല്ലാം കണക്റ്റഡ് ആണല്ലേ. ഈ പദ്ധതികളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ചതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അത് വിശദമായി പഠിക്കേണ്ടതുണ്ട്, ആധികാരികമായി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച പദ്ധതികൾ പൂർണ്ണമായി റിവിഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഇന്ന് പഠിച്ച കാര്യങ്ങൾ ലക്ഷ്യങ്ങൾ സഹിതം കൃത്യമായി പഠിച്ചുറപ്പിക്കണം. തുടർന്ന് മാത്രമേ നമുക്ക് അടുത്ത ക്ലാസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കാനായിട്ട് ശ്രമിക്കുക. കൃത്യമായി പഠിച്ചുറപ്പിക്കുകയും വേണം. അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്താലോ? യെസ്, നമ്മളിന്ന് ആദ്യം പഠിച്ചത് ജോലിക്ക് കൂലി ഭക്ഷണം അഥവാ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആരംഭിച്ചത് 1977 ഏപ്രിൽ 1. പ്രധാന ലക്ഷ്യം വിശപ്പും ദാരിദ്ര്യവും ഇല്ലായ്മ ചെയ്യൽ. 5ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്ത് ഇന്ദിരാഗാന്ധിയാണ് ഈ പദ്ധതി തുടക്കം കുറിക്കുക. പദ്ധതിയെ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ ലയിപ്പിച്ചത് 1980 നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിൽ ലയിപ്പിച്ചത് 1980 നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം NREP നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. അവിടെ ഗ്യാരണ്ടി ഇല്ല. ഓക്കെ, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ആരംഭിച്ചത് 1980 ഒക്ടോബർ 2. 1977 ഏപ്രിൽ 1 ആരംഭിച്ച ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമിന്റെ പരിഷ്കരിച്ച രൂപം. 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്ത് ഇന്ദിരാഗാന്ധി നേതൃത്വം കുറിച്ചു. ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലാത്തവർക്കായി ലാഭകരമായി തൊഴിൽ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. ഗ്രാമീണ മേഖലയുടെ മൊത്തത്തിലുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതും ലക്ഷ്യമായി കണക്കാക്കാം. നാഷണൽ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത് 1983 ഓഗസ്റ്റ് 15. 6ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ് തുടക്കം കുറിച്ചത്. അപ്പോഴത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ലക്ഷ്യം ഗ്രാമപ്രദേശങ്ങളിൽ സ്വന്തമായി ഭൂമിയില്ലാത്ത എല്ലാ കുടുംബങ്ങളിലെയും ഒരു വ്യക്തിക്കെങ്കിലും 100 ദിവസത്തിൽ കുറയാതെ തൊഴിൽ നൽകുക. ജവഹർ റോസ്ഗാർ യോജനയിൽ ലയിച്ചത് 1989-90 സാമ്പത്തിക വർഷത്തിൽ, അല്ലെങ്കിൽ 1989 ഏപ്രിൽ 1 എന്ന് പറഞ്ഞാലും മതി. 1989 ഏപ്രിൽ 1. ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ചത് 1989 ഏപ്രിൽ 1. തൊട്ട് മുമ്പ് പഠിച്ച രണ്ട് പദ്ധതികളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അല്ലെ. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമും സംയോജിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ചു. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. 7ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ലക്ഷ്യം ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാ കുടുംബങ്ങളിലെയും ഒരാൾക്ക് തൊഴിലുറപ്പ് നൽകുക. ഉൽപാദനപരമായ സാമൂഹ്യാവസ്ഥയും ഗ്രാമീണ ജീവിതത്തോടുള്ള ജീവിത നിലവാര പുരോഗതിയും കൈവരിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക്, പ്രത്യേകിച്ച് SC/ST ജനവിഭാഗങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്തു. വനിതകൾക്കായി മാറ്റിവെച്ചിട്ടുള്ള സംവരണം 30% ജവഹർ റോസ്ഗാർ യോജനയിൽ. ജവഹർ റോസ്ഗാർ യോജനയുടെ ആസൂത്രണങ്ങൾ നടപ്പിലാക്കേണ്ട ചുമതല ഗ്രാമപഞ്ചായത്തിന്. ജവഹർ റോസ്ഗാർ യോജനയുടെ പിൻഗാമി ആയി കണക്കാക്കുന്നത് ജവഹർ ഗ്രാമസമൃദ്ധി യോജന. ജവഹർ ഗ്രാമസമൃദ്ധി യോജന ആരംഭിച്ചത് 1999 ഏപ്രിൽ മാസം 1 തീയതി. 1999 ഏപ്രിൽ മാസം 1 തീയതി. ഓക്കെ അല്ലേ? ദെൻ ജവഹർ ഗ്രാമസമൃദ്ധി യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന ആയി മാറിയത്, അല്ലെങ്കിൽ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന ആരംഭിച്ചത് എന്നാണ് 2001 സെപ്റ്റംബർ 25. മില്യൺ വെൽസ് സ്കീം. സൗജന്യമായി കിണർ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് മില്യൺ വെൽസ് സ്കീം. ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. അതായത് 100% ഫണ്ടും കൊടുക്കുന്ന ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ഗുണഭോക്താക്കൾ SC/ST വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കർഷകർ. 1988-89 സാമ്പത്തിക വർഷത്തിലാണ് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ചത്. പക്ഷേ 1989 ജവഹർ റോസ്ഗാർ യോജന നിലവിൽ വന്നപ്പോൾ മില്യൺ വെൽസ് സ്കീം ജവഹർ റോസ്ഗാർ യോജനയിൽ 1989 ഏപ്രിൽ 1 ലയിപ്പിച്ചു. എന്നാൽ ജവഹർ റോസ്ഗാർ യോജനയിൽ നിന്ന് തുടർന്ന് വേർപെടുത്തുകയും ഒരു സ്വതന്ത്ര പദ്ധതിയായി 1996 ജനുവരി 1 മുതൽ പ്രവർത്തിച്ചു വരുന്നു. ട്രൈസം ട്രെയിനിങ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ് ആരംഭിച്ചത് 1979 ഓഗസ്റ്റ് 15. അപ്പോഴത്തെ പ്രധാനമന്ത്രി ചരൺ സിംഗ്. വിദ്യാസമ്പന്നരായ
ഗ്രാമീണർക്ക് തൊഴിൽ നൽകുക എന്നതാണ് ലക്ഷ്യം. അഭ്യസ്തവിദ്യരായ ഗ്രാമീണരുടെ ഇടയിൽ നിന്ന് തൊഴിലില്ലായ്മ നീക്കം ചെയ്യുക. യുവതീവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ആവശ്യമായ സാങ്കേതിക പരിശീലനം നൽകുക. കൂടാതെ സംരംഭകത്വ ശേഷി വികസിപ്പിക്കുക എന്നതാണ് ട്രൈസം പദ്ധതിയുടെ ലക്ഷ്യം. ട്രെയിനിങ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. ഈ ട്രൈസം പദ്ധതി 1999 സ്വർണ ജയന്തി ഗ്രാം സരോസ്ഗാർ യോജനയിൽ ലയിച്ചു. സ്വർണ ജയന്തി ഗ്രാം സരോസ്ഗാർ യോജനയിൽ ലയിച്ചു. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന, അതുവരെ ഉണ്ടായിരുന്ന തൊഴിൽദാന പദ്ധതികളെല്ലാം കൂട്ടിയോജിപ്പിച്ച് ആരംഭിച്ച ഒരു സമഗ്ര പദ്ധതിയായിരുന്നു സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. അതുകൊണ്ട് തന്നെ ഇത് യൂണിവേഴ്സൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്നറിയപ്പെടുന്നു. ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ലാഭകരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ആരംഭിച്ചത് 2001 സെപ്റ്റംബർ 25, 9ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്ത്. പ്രധാനമന്ത്രി AB വാജ്പേയി. പദ്ധതിയുടെ സേവനം ലഭ്യമാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക. കൂലി തൊഴിലാളികൾക്കും മറ്റ് നൈപുണ്യമില്ലാത്ത തൊഴിലാളികൾക്കും, അതായത് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് അധികം തൊഴിൽ ദിനങ്ങൾ പ്രദാനം ചെയ്യുക. അധിക തൊഴിൽ ദിനങ്ങൾ കിട്ടിയാലോ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും പോഷക നിലവാരം മെച്ചപ്പെടുത്തുവാനായിട്ട് കഴിയും. മെച്ചപ്പെട്ട ശമ്പളം കിട്ടിയാൽ മെച്ചപ്പെട്ട പോഷകാഹാരം കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. യെസ്. അടുത്ത് പറയുന്നത് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ മന്ത്രാലയം, അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, തൊഴിലാളികൾക്ക് വേതനത്തോടൊപ്പം ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം 2004 നവംബർ 14. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം 1977 ഏപ്രിൽ 1. മറക്കരുത്. നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം 2004 നവംബർ 14 മൻമോഹൻ സിംഗ് ആരംഭിച്ചു. 10ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ. പൂർണ്ണമായും ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യവേതനം ഉറപ്പുവരുത്തുന്നു. ജില്ലാ തലത്തിൽ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല ജില്ലാ കളക്ടർക്കാണ്. ഈ പദ്ധതിയിലൂടെ വേതനം നൽകുന്നു. അതോടൊപ്പം ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ധാന്യങ്ങൾ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ ധാന്യങ്ങൾ വാങ്ങുന്നതിന് ആവശ്യമായ അധിക തുക നൽകുകയോ ചെയ്യും. തൊഴിൽ നൽകുമ്പോൾ എന്തൊക്കെ തൊഴിലാണ് നൽകുക? ജലസംരക്ഷണം, വരൾച്ച തടയൽ, വനവൽക്കരണം, ഭൂവികസനം, വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നിവയുമായി ബന്ധപ്പെട്ട തൊഴിലാണ് ഇവർക്ക് നൽകേണ്ടത്. അതായത് വെറുതെ തൊഴിൽ ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി ആ തൊഴിലിലൂടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് പ്രധാനമായും അവിടെ ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വരിക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചുറപ്പിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നമ്മൾ വിശദമായി തന്നെ പഠിക്കും. തൊഴിലുറപ്പ് വേതനം, നിലവിലെ വേതനങ്ങൾ എന്താണ്, കഴിഞ്ഞ വർഷം, അത് 2024-25 വേതനം പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അതിനുശേഷം ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ട കുറച്ച് പദ്ധതികളൂടെ നമ്മൾ പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഒരു തൊഴിൽ, ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ക്ലാസ് അവസാനിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സോടുകൂടി ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കുവാനായിട്ട് കഴിയും. അടുത്ത ക്ലാസ് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് വരിക. ഓക്കെ അല്ലേ? ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. താങ്ക് യു.